ഞാൻ അവനെ വെറുതെ വിടൂല. ഞാൻ ഇന്ന് അവൻ എന്തായാലും പിടിച്ചിരിക്കും. ആ ഫ്രാങ്ക്ലിനെ എന്തായാലും പിടിച്ചിരിക്കും. ഇല്ലെങ്കിൽ എന്റെ പേര് മറച്ചിട്ടോ. ഇതാ കിഡ്നാപ്പിംഗ് ഗ്രാനി ഇതാ വരുന്നുണ്ടേ. ഹേടാ ഫ്രാങ്ക്ലിനെ. അയ്യോ ഇതാരാ ഗ്രാനിയോ? ആടാ നീ പെട്ടടാ. അയ്യോ പോത്തള്ളയാടുന്നു. അയ്യോ അയ്യോ രക്ഷപ്പെട്ടോളേ. അയ്യോ ഗ്രാനി വരുന്നേ. അയ്യോ ഇല്ലടാ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് രക്ഷയില്ല. എടാ ഞാൻ നിന്നെ കൊണ്ടോടാ. ഞാൻ നിന്നെ കിഡ്നാപ്പ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ആ നീ അങ്ങനെ ഇവിടെ കട്. അപ്പൊ നമ്മക്കേനി ഇവനെ എടുത്തുകൊണ്ട് പോവാം. വാ. ഞാൻ എന്റെ വീട്ടിലേക്ക് എത്തി. ഇനി ഇവനെ കാണിച്ചു കൊടുക്കാം. എവിടെ പോയി ഇവൻ? എന്തായാലും നീ ഇവിടെ കട്. ഞാൻ നിനക്ക് വെച്ചിട്ടുണ്ട്. ഇവൻ എന്തായാലും ഇവിടെ നിക്കട്ടെ. ബോധം വരുമ്പോ എന്തായാലും എണിച്ചോളും. അപ്പൊ മനസ്സിലായിക്കോളും. അയ്യോ ഞാനെന്താ ഇവിടെ? അയ്യോ അയ്യോ ഇത് ഗ്രാനീന്റെ വീടല്ലേ? അയ്യോ എന്നെ ഈ ഗ്രാനി പിടിച്ചല്ലോ. അപ്പൊ ഞാൻ എന്താ ചെയ്യാ? നമുക്ക് തൽക്കാലം ഇവിടെ ഒളിച്ചിക്കാൻ ഗൈസ്. ഒരു കാര്യം ചെയ്യാം. എന്റെ സുഹൃത്ത് ജാക്കിനൊന്ന് വിളിച്ചു നോക്കാം. ഹലോ ജാക്കേ. എന്താടാ? അതെ പിന്നുണ്ടല്ലോ ഈ ഗ്രാനി എന്നെ പിടിച്ചിരിക്കാണ്. അതെയോ? നീ ഇപ്പൊ എവിടെയാ ഉള്ളത്? ഞാൻ ഈ ഗ്രാനിന്റെ വീട്ടിലാണ്. അങ്ങനെയാണല്ലേ? ആടാ നിനക്ക് എന്നെ രക്ഷിക്കാൻ വരാൻ പറ്റുമോ? പിന്നല്ലാണ്ട് ദാ വരുന്നു. സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു സന്തോഷം നിറഞ്ഞൊരു ദിവസമല്ല ഗൈസ്. ഇപ്പോൾ ഇതാ നമ്മളെ ഫ്രാങ്ക്ലിൻ രാവിലെ തന്നെ വിളിച്ചിരിക്കുകയാണ്. കാരണം എന്ന് വെച്ചെങ്കിൽ ഗ്രാനി ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്. അല്ല ഈ ഗ്രാനിക്ക് എന്താ ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ആക്കേണ്ട കാര്യം? ഓക്കെ അത് വിട് ഗൈസ്. എന്തായാലും നമ്മളെ ഗ്രാനി ഫ്രാങ്ക്ലിനെ കിഡ്നാപ്പ് ആക്കിയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണമല്ലോ ഫ്രാങ്ക്ലിനെ. രക്ഷിക്കണം. ഓക്കെ അപ്പം ഞാനിപ്പോൾ അവിടത്തേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പക്ഷേ എന്തായാലും അതിന് പോകുന്നതിന് മുമ്പ് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നമ്മളെ കൂടെ ഇന്നൊരു അതിഥി കൂടിയും ഉണ്ട് കേട്ടോ. ആ അതിഥി ആരാന്ന് വെച്ചെങ്കിൽ ഇപ്പം കേട്ടല്ലോ നിങ്ങളൊരു വോയിസ്. ഓക്കെ അയാളാണ് ഗൈസ് നമ്മളെ ഇന്നത്തെ അതിഥി. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞോണ്ടാവും. നിങ്ങളതൊന്നും കേൾക്കണ്ട കേട്ടോ. ഓക്കെ അത് വിട് ഗൈസ്. ഓക്കെ നമുക്ക് എന്തായാലും ഇപ്പോൾ പോവേണ്ട അടുത്തേക്ക് പോവാം. ഓക്കെ അതെനിക്കറിയാം, നീ പറയണ്ട. സോ നമ്മളങ്ങനെ ഇതാ ഗ്രാനീൻ്റെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മളെ ഗ്രാനീൻ്റെ കാറല്ലേ ഗൈസ് ഇത്? ആണ് ഗൈസ്, ഇതാണ് കേട്ടോ നമ്മളെ ഗ്രാനീൻ്റെ കാറ്. ഓക്കെ അപ്പോൾ ഇവിടെയാണ് നമ്മളെ ഫ്രാങ്ക്ലിന് ഒളിച്ചിരിക്കുന്നത്. ഗ്രാനി ഭയങ്കര ഡേഞ്ചറാണ്. ഓക്കെ ഞാൻ എന്തായാലും ഇപ്പം ഗ്രാനീൻ്റെ അടുത്തേക്ക് പോകുന്നില്ല ഗൈസ്. ഓക്കെ എനിക്ക് പേടിയാന്ന്. ഓക്കെ ഇവനെ നിങ്ങൾക്ക് വേണോ വേണ്ടോ എന്ന് പറയുക. ഈ വോയിസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ എന്തായാലും എസ് എന്ന് കമൻറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ നോ എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വേണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. ഓക്കെ അല്ലടാ? ഓക്കെ സോ നമുക്ക് എന്തായാലും നമ്മളെ ഫ്രാങ്ക്ലിനെ രക്ഷിക്കണം ഗൈസ്. നമുക്ക് എന്ത് പ്ലാനാണ് ഇതിൽ ചെയ്യേണ്ടത്? ഇവനൊക്കെ എവിടെ പോയടാ? ഇവനെ ഞാനിവിടെ കടത്തി പോയതാണല്ലോ. എവിടെ പോയടാ ഇവൻ? ആരോ പുറത്ത് വന്നതുപോലെ ഞാൻ കേട്ടു. ആരാടാ പുറത്ത്? അയ്യോ ഗൈസ് ഗ്രാനി വന്നിട്ടുണ്ട് പുറത്ത്. അയ്യോ നമ്മള് ബൈക്ക് ഓടിക്കോ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിലൂടെ നമുക്ക് പോവാം. ഓക്കെ ആരാടാ അവിടെ? ഇതെന്താ ബൈക്കോ? ഇതാരതാ ബൈക്ക്? ആരോ വന്നിട്ടുണ്ടല്ലോ ഇവിടെ. ബൈക്കിന് ഈ ബൈക്ക് ആരാണോ കൊണ്ടുവന്നത്? അവന്റെ ഭാഗ്യമില്ലായ്മയാണിത്. ഇനി ഇവിടെ ആരും വരാൻ പാടില്ല. ഇവനെവിടെ പോയിപ്പോ? ഇവിടെ ഉണ്ടായിരുന്നല്ലേ കള്ള. ഇങ്ങോട്ട് പോടാ. ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ ഞാൻ അടിച്ചു കൊല്ലോട്ടോ. വേണ്ട ഗ്രാനി, ഞാൻ എന്താ വരുന്നു. ഇങ്ങോട്ടേക്ക് വാ. ഇതിലെ ദാ ഇവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോളാം കേട്ടോ. ശരി ഗ്രാനി, ഇവിടെ ഇരുന്നോളാം. പക്ഷെ ഗ്രാനിയെ നീ എന്തായാലും സൂക്ഷിച്ചോട്ടോ. എന്താടാ നീ വായടക്കടാ. അവിടെ അടങ്ങി ഒതുങ്ങി ഇരുന്നോട്ടോ. ശരി ഗ്രാനി, എന്തായാലും സൂക്ഷിച്ചോട്ടോ. അടങ്ങിയിരുന്നോ? അവൻ എന്താണ് നമ്മളെ ഭീഷണിപ്പെടുത്തുകയാണോ? അവന്റെ ഭീഷണിയിലൊന്നും ഞാൻ വീഴൂല. ഗൈസ് നമ്മളെ ബൈക്ക് ഗ്രാനി നശിപ്പിച്ച് ഗൈസ്. ഞാൻ കാണിച്ചു കൊടുക്കാം. തള്ളക്ക് വേറെ പണിയില്ല. എടാ നീ മിണ്ടാതിരുന്നോ? ഒന്നാമതേ ഞാനിവിടെ പ്രഷറാളി ഇരിക്കുകയാണ്. നിന്നോട് പറഞ്ഞ കാര്യമില്ല. ഞാൻ ഈ ഗ്രാനിന്റെ വണ്ടി മോഷിച്ച് പോട്ടെ. അയ്യോ സിംഹം ഗൈസ്. ഓക്കെ ഗൈസ് നമ്മളങ്ങനെതാ ഗ്രാനിന്റെ കാർ അടിച്ച് മാറ്റി പോകുന്നുണ്ട് ഗൈസ്. ഗ്രാനിക്ക് ഇങ്ങനെ വേണം ഗൈസ് പണി കൊടുക്കാൻ. ഓക്കെ ഇതിന്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇത് ഗ്രാനിന്റെ കാർ ആയതുകൊണ്ട് ഇത് ഭയങ്കര കഷ്ടാട്ടോ കൺട്രോൾ ചെയ്യാൻ. ഗൈസ് എവിടേക്കോ പോയി കുത്തുന്നുണ്ട് ഗൈസ്. ഭയങ്കര മോഡിഫൈഡ് കാറാണ് കേട്ടോ. ഓക്കെ ഇത് തിരിക്കാനും വളക്കാനൊക്കെ ഭയങ്കര കഷ്ടമാണ് ഗൈസ്. ഓക്കെ അയ്യോ എന്തൊക്കെയോ പണി കിട്ടുന്നു തോന്നുന്നു. അയ്യോ എന്റെ കാർ ആരാടാ ഇപ്പൊ കൊണ്ടുപോയത്? അയ്യോ എന്റെ കാറ്. ഞാൻ എന്തായാലും ആ കാർ
ഇതിപ്പാരാ വിളിക്കുന്ന? ഹലോ, ആ എന്താ തള്ളേ, കാറ് കാണുവാനില്ലേ? ആരടാ ഇത്? ആ ഈ നാട്ടിലെ ജാക്കാണ് ഞാൻ. ഓ ജാക്ക്, നിന്നെ അറിയാടാ എനിക്ക്. എന്റെ കാറ് മര്യാദക്ക് തന്നോളൂ. ആദ്യം നീ ആ ഫ്രാങ്ക്ലിനെ വിട്. അതെയോ, അങ്ങനെയാണല്ലേ. ഞാനിപ്പോ ഫ്രാങ്ക്ലിനെ കാണിച്ചു തരാട്ടോ. അവനെ ഒന്നും ചെയ്യല്ലേ, ഞാൻ കാറ് കൊണ്ടുപോയി കത്തിക്കുവേ. അയ്യോ, കാറൊന്നും കത്തിക്കല്ലേ. നിനക്ക് ഫ്രാങ്ക്ലിനല്ലേ വേണ്ടത്? ആ ഫ്രാങ്ക്ലിനെ വേണം, അപ്പോ കാറ് തരാം. ശരി, നീ എന്തായാലും ഇങ്ങോട്ടേക്ക് വാ. എന്റെ കാറ് ഈ ഫ്രാങ്ക്ലിനേക്കാളും ജീവനാണ്. സോ ഗൈസ്, നമ്മളെ ഗ്രാനി നമ്മളെ വീണ്ടും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട് ഗൈസ്. കാരണം ഗ്രാനി പേടിച്ചെന്ന് തോന്നുന്നു ഗൈസ് കാർ എടുത്തോണ്ട്. ഓക്കെ, ഇത് നല്ലൊരു പ്ലാൻ ആയിരുന്നു അല്ലേ? ഗ്രാനി ആയതുകൊണ്ട് ചതിക്കാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും ഒരുങ്ങി നിക്കണം ഗൈസ്. ഓക്കെ, നീ മിണ്ടാതിരുന്നവിടാ. ഗ്രാനിനെ വിളിക്കേണ്ട അവസ്ഥ ഗൈസ്. ഗ്രാനി, നീ വന്നോ? എന്നെയും കിട്ടിയല്ലോ ഇപ്പൊ എനിക്ക്. ഒരു മിനിറ്റ്. നീ കൊല്ലാനുള്ള പരിപാടിയാണോ? ആടാ, നീ ഒരു മിനിറ്റ് നിൽക്കങ്ങോട്ട്. അയ്യോ അയ്യോ, ഗ്രാനി ആക്രമിക്കുന്നു ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, ഈ ഗ്രാനി ആവുമ്പോ ചതിക്കൂന്ന്. ഫ്രാങ്ക്ലിൻ എവിടെയായിരിക്കും ഗൈസ്? ഫ്രാങ്ക്ലിനെ, നീ ഇവിടെ ഉണ്ടായിരുന്നല്ലേ? ആടാ, നീ എന്തിനാടാ വെറുതെ പേടിക്കുന്നേ? വാ, ആ ഗ്രാനിനെ വകവരുത്താനൊക്കെ എനിക്കറിയാം. ഇതാ മിസൈൽ പിടിച്ചോ. ഓക്കെ, അങ്ങനെ ഗ്രാനീൻ്റെ കാര്യത്തിലൊരു തീരുമാനമായി. വാ ഫ്രാങ്ക്ലിനെ, ഗ്രാനീൻ്റെ അൾട്രാ മോഡിഫൈഡ് കാറുണ്ട്. ഫ്രാങ്ക്ലിൻ, ഇതാണ് കേട്ടോ എൻ്റെ വീട്. ആടാ, നിന്റെ വീട് എനിക്കറിയാം. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ വോയിസ് നിങ്ങൾക്ക് വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നതായിരിക്കും. എല്ലാവർക്കും ടാറ്റാ ബൈ. അപ്പോൾ എന്തെങ്കിലും സൗണ്ട് എഫക്റ്റ് പറയാനുണ്ടോ? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ ബൈ.